നീനാക്കുറുപ്പേ, മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ, ഗതി കിട്ടാതെ നരകിച്ച് നരകിച്ച് നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഇപ്പം വൈറലായി കഴിഞ്ഞു. ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു സന്ദേശം അയക്കുമ്പോൾ അത് മാധ്യമങ്ങൾക്ക് അല്ലെ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന്റെ തൊറ്റില്ലേ? മോനെ, എന്റെ ശത്രുക്കള് ചെയ്താലും എന്റെ മിത്രങ്ങള് ചെയ്താലും എനിക്ക് അതിൽ യാതൊരു കാര്യങ്ങളും ഇല്ല. എനിക്ക് പറയാനുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ആദ്യം അവരോടല്ലേ പറ്റി സംസാരിക്കേണ്ടത്. 2-3 ദിവസങ്ങളിൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അജിൻ എന്നോട് ചോദിക്കണ്ട, വേറെ ഏത് അംഗങ്ങളോട് ചോദിച്ചാലും അവര് പറഞ്ഞു തരും. ആൻഡ് അതിനുശേഷമല്ലേ അതല്ലേ ഇപ്പൊ നമ്മള് വീട്ടിൽ നടക്കുന്ന കാര്യം അത് നമ്മൾ വീട്ടിൽ ഷോട്ട് ചെയ്യാൻ നോക്കും. ചേച്ചിയെ പറ്റി ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്ന് പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. അതായത് 20 ലക്ഷം രൂപ ചേച്ചി തട്ടിയെടുത്തു. മോനെ, ഞാൻ ഇവിടെ 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് നീനാക്കുറുപ്പേ, മാഡം, നിങ്ങൾ എത്ര വലിയ സ്ത്രീയാണെങ്കിലും ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഒരുപാട് പേരുടെ ശാപം ഉണ്ടാവും കേട്ടോ. നിങ്ങളുണ്ടല്ലോ, ഗതി കിട്ടാതെ നരകിച്ച് നരകിച്ച് നരകിച്ചേ നിങ്ങൾ ചാവുള്ളൂ. ഇത് മറ്റാരുമല്ല, സിനിമാ താരം ലക്ഷ്മിപ്രിയയാണ്. ഇപ്പോൾ ലക്ഷ്മിപ്രിയയാണ് ഒരുപാട് ആളുകൾ ട്രോളുന്നത്, തെറി പറയുന്നത്. ഒന്നടങ്കം നീ തെറ്റുകാരിയാണ്, പുഴുത്ത് ചാകുമെന്ന് മറ്റൊരു സ്ത്രീയോട് പറഞ്ഞൊരു കൊള്ളാത്തൊരു സ്ത്രീയാണെന്ന് വരെ ലക്ഷ്മിപ്രിയ മുദ്ര കുത്തുമ്പോഴും നമ്മൾ ഒരു നാണയത്തിന് ഇരുവശം ഉണ്ടെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അപ്പം നമുക്ക് ലക്ഷ്മിപ്രിയ നമുക്കൊന്ന് വിളിക്കാം, അതോടൊപ്പം നീനാക്കുറുപ്പിനെ ഒന്ന് വിളിച്ച് ഇതിന് സത്യാവസ്ഥ എന്താ നമുക്കൊന്ന് അറിയാം. ഹലോ, നമസ്കാരം, ഞാൻ അജിൻ വർഗീസ് ആണേ. ചേച്ചിയുടെ വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഒക്കെ ഞാൻ കേട്ടു. അപ്പൊ എല്ലാവരും ചേച്ചിയെ കല്ലെറിയുന്നു, ചേച്ചിയെ കുറ്റപ്പെടുത്തുന്നു. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണം, അതിനാണ് ഞാൻ ചേച്ചിയെ വിളിച്ചത്. ഇപ്പം എനിക്ക് സത്യാവസ്ഥ പറയണമെന്ന് യാതൊരു ആഗ്രഹവും ഇല്ല. കാരണം അല്ല ചേച്ചി, എന്നാലും ഒരു നാണയത്തിന് ഇരുവശം ഉണ്ടല്ലോ. അപ്പൊ ഒരാളുടെ ഭാഗം മാത്രം നമ്മൾ കേൾക്കുന്നത് ശരിയല്ല. അതിനകത്ത് വളരെ വ്യക്തമായിട്ട് അതിനകത്ത് ഉണ്ടല്ലോ. എന്റെ വോയിസ് ക്ലിപ്പ് കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ആ വോയിസ് ക്ലിപ്പിൽ വളരെ കൃത്യമായിട്ടുണ്ട്. അത് മാത്രമല്ല, ഞാനൊരു കമ്മ്യൂണിറ്റിയോട് പറഞ്ഞൊരു കാര്യമല്ല ഇത്. ഞാൻ പബ്ലിക്കിനോടോ ഈ നാട്ടിലെ ജനങ്ങളോടോ ഒന്നും പറഞ്ഞ കാര്യമല്ല. ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് ആയിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ 17 പേര്, ഞാൻ ഒഴിച്ച് ബാക്കി 16 പേരോട് മാത്രം പറഞ്ഞൊരു കാര്യമാണ്. അല്ല ചേച്ചി വിശ്വസിച്ച് ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ ഒരു സന്ദേശം അയക്കുമ്പോൾ അത് മാധ്യമങ്ങൾക്ക് അല്ലെ ഞങ്ങളെപ്പോലുള്ള മാധ്യമങ്ങൾക്ക് കിട്ടണമെങ്കിൽ അതിന്റെ തൊറ്റില്ലേ? അത് ഇന്റേണൽ കമ്മിറ്റി അന്വേഷിക്കട്ടെ. അത് അമ്മ അസോസിയേഷന്റെ ഭാരവാഹികൾ അന്വേഷിക്കട്ടെ. അല്ല, അതിന് ഞാനിപ്പോ എന്ത് പറയാനാണ്? ഞാൻ പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും മറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും എന്താ പറയാ ജോയിന്റ് സെക്രട്ടറിയും എന്നെ കൂടാതുള്ള വൈസ് പ്രസിഡന്റും എല്ലാവരും ആകുന്നതിന് വേണ്ടി മാത്രം പറഞ്ഞൊരു കാര്യം. ഇത് ഇത്രമാത്രം പുറത്തേക്ക് പോകുമെന്നൊന്നും നമ്മൾ ആരും ഞാൻ കരുതിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അപ്പുറത്തുള്ള എന്തെല്ലാം മെസ്സേജുകൾ ഞങ്ങളുടെ ഗ്രൂപ്പുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ ആരും ഷെയർ ചെയ്തിട്ടില്ലല്ലോ. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ ഒരു കാര്യം മാത്രം, എന്റെ ശബ്ദം മാത്രം എങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്? എങ്ങനെയാണ്? അതിൽ ചേച്ചി പറയുന്നുണ്ട്, നീ പുഴുത്തു ചാകും, നീ നശിച്ചു പോകും. അതാ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് പറഞ്ഞതായിരിക്കാം. ഞാൻ പറഞ്ഞതെല്ലാം ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല, എല്ലാം ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഈ ഒരു ഇന്റേണൽ കമ്മിറ്റിയുടെ ഉള്ളിൽ നമ്മുടെ നിയമസഭയാണോ? അല്ല. നമ്മുടെ ഭരണാധികാരികൾ, ഭരണസമിതി അംഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച ഒരു കാര്യം എടുത്ത് കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിൽ ആഘോഷമാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അല്ല, അത് ചേച്ചിയുടെ ശത്രുക്കള് ചെയ്ത ആയിരിക്കുമല്ലോ ചേച്ചി. ഇപ്പൊ ഞാനും ചേച്ചി അടങ്ങുന്ന ഒരു ഗ്രൂപ്പ്. എനിക്ക് മോനെ, എന്റെ ശത്രുക്കള് ചെയ്താലും എന്റെ മിത്രങ്ങള് ചെയ്താലും എനിക്ക് അതിൽ യാതൊരു കാര്യങ്ങളും ഇല്ല. എനിക്ക് പറയാനുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അമ്മ എന്ന് പറയുന്ന ഓർഗനൈസേഷനെ സേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ കൃത്യമായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള എന്താ പറയാ സമകാലികരായിട്ടുള്ള ആൾക്കാർ എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി, അല്ലെങ്കിൽ നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ഏൽപ്പിച്ച ജോലി. അമ്മ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അമ്മയിലെ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമാണ് കൃത്യമായിട്ട് ജോലിയും വരുമാനവും ഉള്ളത്, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അമ്മ ആക്ച്വലി ഇപ്പൊ അമ്മൂമ്മയാണ്. വയസ്സായിട്ടുള്ള ഒരുപാട് അമ്മമാര് അതിനകത്തിലുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു 2-3 ക്രിയേഷൻസ് നമ്മൾ ചെയ്യുന്നു. നമ്മൾ ലാസ്റ്റ് മിനിറ്റിൽ സ്റ്റേജിലോട്ട്
അങ്ങോട്ട് കേറുന്ന ഒരു സമയത്ത് നമ്മുടെ ഒരു ആർട്ടിസ്റ്റിനെ അനധികൃതമായിട്ട് അവിടെ പിടിച്ചു വെക്കുകയാണ്. അവരില്ലെങ്കിൽ ഇവരെ വിവരങ്ങൾ അറിയിക്കുന്നില്ല, അവരെ നമുക്ക് സ്റ്റേജിലോട്ട് തരുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു മാനസിക ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് മാത്രമല്ല അതിനകത്ത് നടന്നിട്ടുള്ളത്. ആ 2-3 ദിവസങ്ങളിൽ ഈ ഒരു പെർട്ടിക്കുലർ വ്യക്തി അവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിട്ടുള്ളതെന്ന് അജിൻ എന്നോട് ചോദിക്കണ്ട, വേറെ ഏത് അംഗങ്ങളോട് ചോദിച്ചാലും അവര് പറഞ്ഞു തരും. അപ്പം ഇതിൽ ഞാൻ ചേച്ചിയോട് ചോദിക്കുന്നത്, ഇപ്പം വരുന്ന ആരോപണങ്ങൾ ഒന്നടങ്കം എന്ന് പറയുന്നത് ചേച്ചിക്കെതിരെയാണ്, അതിലൊന്നും വിഷമോ കാര്യങ്ങളൊന്നും ഇല്ല. മോനെ, എനിക്ക് നിങ്ങൾ ഈ സമൂഹം എന്നെ ഏതൊക്കെ രീതിയിൽ ആരൊക്കെ ക്രൂശിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ അതൊന്നും ബാധിക്കില്ല. കാരണം ഞാൻ ജീവിക്കുന്നത്, ഞാൻ ജോലി ചെയ്തിട്ടും എന്റെ ഹസ്ബൻഡിന്റെ തണലിലും സംരക്ഷണയിലുമാണ് ഞാൻ ജീവിക്കുന്നത്. അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്റെ ഫാമിലി ഒന്നടങ്കം എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എന്റെ സഹപ്രവർത്തകർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നെങ്കിൽ എന്നെ കല്ലെറിയുന്നവരുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമില്ല അവിടെ. മനസ്സിലായോ? ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കഴിഞ്ഞ നാളുകളായിട്ട് എന്റെ കുടുംബത്തെയും മറന്ന്, എന്താ പറയാ, പിന്നെ എന്റെ ജോലികളും മാറ്റിവെച്ച് ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്ന എന്റെ കുടുംബം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ട് മാത്രം മതി. എന്നെ കല്ലെറിയുന്നവരെയോ തെറി വിളിക്കുന്നവരെയോ കമന്റ്സോ ഇതൊന്നും ഞാൻ വായിക്കാറില്ല. തീർച്ചയായിട്ടും ഇതെന്തായാലും മോൻ, എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം എന്താണെന്ന് അറ്റ്ലീസ്റ്റ് അറിയാനായിട്ട് ഒരു ധാർമ്മികതയുടെ അടിസ്ഥാനത്തിൽ എന്നെ വിളിച്ച് ചോദിച്ചല്ലോ. ഇതില് ഇപ്പോഴും ഞങ്ങൾക്ക് ഒരു അത്ഭുതം എന്ന് പറയുന്നത്, തന്റെ സംഘടനയിൽ മാത്രം അറിയിച്ച കാര്യം നല്ല റീച്ച് ഉണ്ട് ചേച്ചിക്ക്. ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തിക്ക് വേണം ലൈവ് ഇടാം, അവിടെ ഒന്നും പൊതുജനങ്ങളോട് പറയാതെ പേഴ്സണലായിട്ട് ഗ്രൂപ്പിൽ ഇട്ടൊരു കാര്യം, ഇത് പുറത്ത് വൈറലായത് ചേച്ചി കാരണമല്ല. കാരണം ഞാനിത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സംസാരിക്കേണ്ട കാര്യം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അല്ലാതെ ഞാൻ എവിടെയാണ് സംസാരിക്കേണ്ടത്? അതാണ് എന്റെ ചോദ്യം. ഇതറിഞ്ഞ് ലാലേട്ടനും മമ്മൂക്കയും ഒക്കെ വിളിച്ചോ? അവര് ഡയറക്റ്റ് ആയിട്ട് നമ്മളെ വിളിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഉത്തരവാദിത്തപ്പെട്ടവരോട് അവരൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടാവാം. എനിക്കറിയില്ല, എന്നെ വിളിച്ചിട്ടില്ല, എനിക്കറിയില്ല. തീർച്ചയായിട്ടും ഈ വാക്കുകൾക്ക് ഒരുപാട് നന്ദി. സത്യം ഇന്നല്ലെങ്കിൽ നാളെ തെളിയട്ടെ. അവസാനമായിട്ട് പ്രേക്ഷകരോട് ചേച്ചിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറയാം. ഒന്നും പറയാനില്ല പ്രേക്ഷകരോട്, ഒന്നും തന്നെ പറയാനില്ല. എന്നാലും ചേച്ചി ഉള്ളിലൊരു വിഷമം കാണും. കാരണം ചേച്ചി പോലും വിഷമമില്ല മോനെ, ഒരു വിഷമവും ഇല്ല, ഒരു സങ്കടവും ഇല്ല. എന്റെ ഫാമിലിയാണ് എന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എന്റെ ഫാമിലിയാണ്, എന്റെ ഹസ്ബൻഡ്, എന്റെ മകള്, എന്താ പറയാ, പിന്നെ എന്റെ ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള എന്റെ സുഹൃത്തുക്കൾ, അത്ര ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് മാത്രം മതി എനിക്ക്. എന്റെ സഹപ്രവർത്തകർ അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല, ഇന്നും സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ ചേച്ചിയിലുണ്ട് കേട്ടോ. ആ സ്നേഹിക്കുന്നവരുടെ സപ്പോർട്ട് ഉണ്ടാവും. അല്ലാത്തവർ എന്ത് ചെയ്താലും, ഞാൻ വെറുതെ ഇരുന്നാലും എന്നെ തെറി പറയുന്ന ഒരു ഫോട്ടോ ഇട്ടാൽ, എന്റെ കുഞ്ഞിന്റെ കൂടെയുള്ള ഒരു ഫോട്ടോ ഇട്ടാൽ എന്നെ തെറി പറയുന്ന ആൾക്കാരില്ലേ? ആ ആൾക്കാരോട് ഞാൻ എന്ത് പറയാനാണ്? നിങ്ങൾ എന്നെ തെറി പറയരുതേ എന്ന് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുമോ? മതത്തിന്റെ പേരിൽ, എന്താ പറയാ, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ എല്ലാം തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരില്ലേ? ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എന്റെ യൂട്യൂബ് വീഡിയോസ് എടുത്തു നോക്കൂ, ഇന്റർവ്യൂസിന്റെ അടിയിൽ നോക്കൂ, എന്റെ ഫേസ്ബുക്ക് എടുത്തു വെച്ചത്, എന്റെ പേജ് എടുത്തു നോക്കൂ. ഇതിലൊക്കെ ഇല്ലേ മതത്തിന്റെ പേരിൽ തെറി പറയുന്നവരുണ്ട്, രാഷ്ട്രീയത്തിന്റെ പേരിൽ തെറി പറയുന്നവരുണ്ട്, ഇതൊക്കെ ഉണ്ട്. ആ ആൾക്കാരോട് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. ചേച്ചി, അവസാനമായിട്ട് ഇപ്പൊ ചേച്ചിയിൽ നിന്ന് വരുന്ന, അല്ലെ ചേച്ചിയെ പറ്റി ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ഒരു ആരോപണം എന്ന് പറയുന്നതിൽ സത്യമുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ട് ചോദിക്കുകയാണ്. അതായത് 20 ലക്ഷം രൂപ ചേച്ചി തട്ടിയെടുത്തു. മോനെ, ഞാൻ ഇവിടെ 20 ലക്ഷം രൂപ തട്ടിയെടുത്തിട്ട് ഞാൻ ഇവിടെ ഈ നാട് വിട്ടൊന്നും പോയിട്ടില്ല. ഞാൻ ഈ നാട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത്. 20 ലക്ഷം രൂപ തട്ടിയെടുത്തെങ്കിൽ അതിന് തെളിവ് കൊണ്ടുവരട്ടെ. 20 ലക്ഷം രൂപ മോന്റെ കയ്യിലിരിക്കുന്ന ഒരു സാധനം, 20 ലക്ഷം രൂപ നമ്മൾ ചുമ്മാ ഒരു സാധനമാണോ ഞാൻ ഇങ്ങോട്ട് തട്ടിയെടുക്കാനായിട്ട്? ആരോപണങ്ങളൊക്കെ കോടതിയിൽ തെളിയിക്കട്ടെ. കോടതിയിൽ വളരെ ധീരമായിട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ. തെളിവുകൾ സഹിതം കോടതി കൊണ്ടുവന്ന് കേസ് നടത്തി ജയിക്കട്ടെ. എനിക്ക് പറഞ്ഞൂടെ അജിൻ, ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത അജിൻ, അല്ലെങ്കിൽ എന്നെ മോൻ കണ്ടിട്ടുണ്ടാവാം, പരിചയപ്പെട്ടിട്ടുണ്ടാവും. ലക്ഷ്മി പ്രിയത്തെ അജിന്റെ പൈസ ഞാൻ തട്ടിയെടുത്തു, അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, എന്റെ പൈസ അജിൻ അങ്ങ് തട്ടിയെടുത്തു എന്ന് വെറുതെ പറയാൻ ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? ഇവിടെ കൃത്യമായിട്ടൊരു ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം, നിയമമുണ്ട്, ഇത് കേരളമാണ്. അതെ, ഇത് കഴിഞ്ഞ 4-5 വർഷമായിട്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, കേസ് തള്ളിപ്പോയൊരു കേസാണല്ലോ ഇത്. ഏതായാലും ചേച്ചി ഒരുപാട് സന്തോഷം ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ. ഓക്കെ, ശരി, താങ്ക് യു. നീന കുറുപ്പിനെ ഒന്ന് വിളിച്ച് ഇതിന് സത്യാവസ്ഥ എന്താ നമുക്കൊന്ന് അറിയാം. ഞാൻ വിളിച്ചത് ഇപ്പൊ ഒരുപാട് കാര്യങ്ങളെ പറ്റി അല്ലേ,
യാ ഇപ്പം വൈറലായി കഴിഞ്ഞു. Yeah, അപ്പോൾ പുഴുത്തു ചാകണം, നശിച്ചു പോകണം എന്നൊക്കെ വാക്കുകൾ ഉന്നയിക്കുമ്പം തീർച്ചയായിട്ടും ഒരു വിഷമം വരും. പക്ഷെ എന്തുകൊണ്ട് ഒരു മറുപടി കൊടുക്കുന്നില്ല ആർക്കും? അസോസിയേഷന്റെ ഒരു ഉള്ളിലുള്ള ഒരു മാറ്റർ ആയിരുന്നു അച്ഛൻ. ഉം. ഓക്കെ, അതിന് ഞാൻ അസോസിയേഷന് ഞാൻ ലെറ്റർ അയച്ചിട്ടുണ്ട്. ഉം. ലെറ്റ് മീ വെയിറ്റ് ടു സീ വാട്ട് ദ അസോസിയേഷൻ, വാട്ട് ദ പ്രസിഡന്റ് ആൻഡ് ദ ജനറൽ സെക്രട്ടറി. ഞാൻ ആദ്യം അവരോടല്ല ഇതിനെ പറ്റി സംസാരിക്കേണ്ടത്. ഓക്കെ. സോ ലെറ്റ് them decide what has to be done. ഉം. ആൻഡ് അതിനുശേഷമല്ലേ അതല്ലേ ഇപ്പൊ നമ്മൾ വീട്ടിൽ നടക്കുന്ന കാര്യം അത് നമ്മൾ വീട്ടിൽ സോർട്ട് ചെയ്യാൻ നോക്കട്ടെ. തീർച്ചയായിട്ടും ഞാനിപ്പം തുടക്കത്തിൽ സൂചിപ്പിച്ചൊരു കാര്യം ഉണ്ടായി. കുടുംബത്തിൽ നടക്കുന്ന കാര്യം കുടുംബത്തിൽ തീർക്കണം അല്ലേ? അതെ, കുടുംബത്തിൽ തീർക്കട്ടെ. തീർക്കാൻ പറ്റില്ലെങ്കിലല്ലേ എനിക്ക് പുറത്തൊരു സഹായം ആവശ്യമുള്ളൂ. ഓക്കെ. അപ്പൊ ലെറ്റ് മീ വെയിറ്റ്. ഓക്കെ, പ്ലീസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അച്ഛൻ വിളിച്ചതിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഒരു നാണയത്തിന് ഇരുവശം ഉണ്ടെന്ന് പറയുന്നത് പോലെ നമ്മൾ രണ്ടുപേരുടെ പക്ഷം കേട്ടു. അതിൽ ലക്ഷ്മിപ്രിയ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ആ വോയിസ് ഇട്ടത് തന്നെയാണ്, അതെൻ്റെ ശബ്ദമാണ്, അതിലൊരു മാറ്റവും ഇല്ല. പക്ഷേ ലക്ഷ്മിപ്രിയ ഉന്നയിച്ചൊരു കാര്യം, ഞാൻ ഇട്ട വോയിസ് അത് ഞങ്ങളുടെ ഗ്രൂപ്പിലാണ്, ഞങ്ങൾ കുറച്ചംഗങ്ങളുള്ള ഗ്രൂപ്പുകളിലാണ്. അവിടെ ലക്ഷ്മിപ്രിയക്ക് റീച്ച് ഇല്ലാണ്ടല്ല, ലക്ഷ്മിപ്രിയക്ക് ലൈവ് പോകാൻ അറിയാഞ്ഞിട്ടല്ല. ലക്ഷ്മിപ്രിയ പറയേണ്ടത് ആരോടാണോ ആ പറയേണ്ട ഗ്രൂപ്പുകളിൽ ഇട്ടു. പക്ഷെ ആ ഗ്രൂപ്പുകളിലുള്ള ഒരു താരം ഇതിനെ പൊതുമാധ്യമങ്ങളിൽ അറിയിച്ചു കൊടുത്തു. അതാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ആയിക്കൊണ്ട് ലക്ഷ്മിപ്രിയയുടെ വോയിസുകൾ ഇട്ടത്. ഞാൻ ഈ ഒരു സംഭാഷണത്തിൽ തന്നെ നീനാക്കുറുപ്പിനെയും വിളിച്ചു. നീനാക്കുറുപ്പും പറഞ്ഞത്, ഞാൻ അറിയിക്കേണ്ട മേൽ ഉദ്യോഗസ്ഥരെ അറിയിച്ചു കഴിഞ്ഞു, ഇനി അതിൻ്റെ തീരുമാനം അറിഞ്ഞതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ഇതിൽ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യം, കാണുന്ന ജനങ്ങൾ നമ്മൾ വിഡ്ഢികളാണ്, ഞാൻ ഉൾപ്പെടെയുള്ളവർ. ഒരാളെ പറ്റി ഒരു ആരോപണം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം കമൻറ്റ് ബോക്സുകളിൽ തെറിവിളി ഉന്നയിക്കുന്നു, അവരെ ചാട്ടുവാറ് കൊണ്ട് അടിക്കുന്നു, അവർക്ക് നേരെ കല്ലെറിയുന്നു. പക്ഷെ ഇതിൻ്റെ സത്യം മനസ്സിലാക്കണം, നമ്മൾ രണ്ടുപേരുടെ പക്ഷവും കേൾക്കണം. ലാലേട്ടനും മമ്മൂക്കയും മറ്റു താരങ്ങൾ ഒന്നിക്കുന്ന ഒരു കുടുംബമാണ് അമ്മ സംഘടന. കുടുംബത്തെ വിഷയങ്ങൾ, കുടുംബത്തെ പ്രശ്നങ്ങൾ കുടുംബത്തിൽ തീർക്കണം, പുറത്ത് തീർക്കുവാൻ ഇടവരുത്തരുത്. പഴമക്കാർ പഴഞ്ചൊല്ലിൽ പറഞ്ഞൊരു വാക്കുകളുണ്ട്, മുഖത്ത് ചായം തേൽക്കുന്നവരെ വിശ്വസിക്കരുത്. ഇന്ന് ആ പഴഞ്ചൊല്ലിനെ ഊട്ടി ഉറപ്പിക്കുകയാണ് അമ്മ സംഘടനയിലെ ചില താരങ്ങൾ. ഇനി മുതലുള്ള എൻ്റെ ഷോയിലും നിങ്ങൾക്ക് സത്യം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്.